ദൈവം അനുഗ്രഹിക്കുവാൻ പദ്ധതിയിട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആര് നിങ്ങളെ ശപിച്ചാലും അത് ഫലിക്കില്ല, അത് നടപ്പാകില്ല. ആര് മന്ത്രവാദം ചെയ്താലും, ആര് കൈവശം തന്നാലും, ആരാഭിചാരം ചെയ്താലും, ക്ഷുദ്രം ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ ശരീരത്തിലോ ഒന്നും സംഭവിക്കില്ല. ദൈവം അനുഗ്രഹിക്കുവാൻ പദ്ധതിയിട്ടവനെ ദൈവം സംരക്ഷിച്ചിരിക്കും. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസം അല്പം കൂടെ വർദ്ധിക്കുവാനും കർത്താവിൽ നിന്ന് അനുഗ്രഹം വീണ്ടും പ്രാപിക്കുവാനും വേണ്ടിയാണ് ഈ സന്ദേശം തരുന്നത്. നിങ്ങൾ നോക്കണം, ബിലെയാം മെസപ്പൊട്ടോമിയയിൽ നിന്ന് അല്ലെങ്കിൽ ഇറാഖിൽ നിന്ന് വന്ന ബിലെയാം എന്ന് പറയുന്ന മന്ത്രവാദി ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് ശപിക്കാനായിട്ട് മോവാബ് സമഭൂമിയിൽ വന്നു നിൽക്കുന്ന സംഭവം സംഖ്യാപുസ്തകം 23 അധ്യായത്തിലുണ്ട്. മോവാബ് രാജാവായ ബാലാക്ക് ഒരുപാട് സ്വർണവും വെള്ളിയും പണമൊക്കെ കൊടുത്ത് ബിലെയാമിനെ വിളിച്ചു വരുത്തിയിരിക്കുക ഇവരെ ശപിക്കുവാൻ. അപ്പോൾ ഈ മന്ത്രവാദി വന്നിട്ട് ഈ ജനത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ അവന് ശപിക്കാനായി പറ്റുന്നില്ല. 23 അധ്യായം 8 വാക്യത്തിൽ എഴുതിയിരിക്കുക, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? അടുത്ത് നോക്കണം, 9 വാക്യം, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ഹല്ലേലൂയ. അതിന്റെ മറ്റൊരു വാക്യം കൂടെ വായിക്കാം. അതിന്റെ 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അനുഗ്രഹിക്കാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. അപ്പൊ ദൈവം ശപിക്കാത്തവനെ എങ്ങനെ ഞാൻ ശപിക്കും? ദൈവം അനുഗ്രഹിക്കുന്നവനെ ഞാൻ എങ്ങനെ ശപിക്കും? ഇവിടെ എഴുതിയിരിക്കുന്നു, അനുഗ്രഹിക്കാനാണ് എനിക്ക് കൽപ്പന കിട്ടിയത്, എനിക്കത് മറിച്ചുകൂടാ. ദൈവം അനുഗ്രഹിച്ചിട്ടിരിക്കുന്നവനെ ഒരു മന്ത്രവാദിക്കും ആ അനുഗ്രഹം മറിക്കാൻ പറ്റിയ. ഹല്ലേലൂയ, ആമേൻ. ഇതിനകത്ത് ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം അനുഗ്രഹിക്കുന്ന, അപ്പൊ നമ്മൾ ചിന്തിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കുമോ? ദൈവം അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടവനെ അല്ലേ ശാപം ഫലിക്കാത്തതും മന്ത്രവാദം ഫലിക്കാത്തതും ഒക്കെ. അപ്പൊ എന്നെ ദൈവം അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ? അതിനുള്ള പദ്ധതി എന്നെക്കുറിച്ച് ദൈവത്തിനുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയും? അതാണ് ആദ്യം 9ാം വാക്യം വായിച്ചത്. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. യഹോവ അവരുടെ നടുവിലുണ്ട്. അവൻ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട് അവരുടെ സമ്പ്രദായവും അവരുടെ ഇഷ്ടവും കൽപ്പനയൊക്കെ അനുസരിച്ച് നടക്കുന്നവരും അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ദൈവസാന്നിധ്യം കൊണ്ടു നടക്കുന്നവരും രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും പറയാം, കർത്താവിനെ കൂടെ കൊണ്ടു നടക്കുന്നവരും ദൈവത്തിന്റെ കൽപ്പന ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവരും ജാതികളുടെ സമ്പ്രദായങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് ദൈവത്തോട് പറ്റി നിൽക്കുന്നവരുണ്ട്. അവരുടെ കൂടെ ദൈവം നിൽക്കും. അവരെ ആർക്ക് ശപിക്കാൻ പറ്റുകയില്ല. അവരെ ശപിച്ചാൽ ഏൽക്കുകയില്ല. മന്ത്രവാദം ചെയ്താൽ ഫലിക്കുകയില്ല. ഏതൊക്കെ കൈവശം വെച്ച്, ചിലരൊക്കെ പറയത്തില്ല വലിയ കൈവശമാണ്, അല്ലെങ്കിൽ അവിടുന്ന് വലിയ വരുത്തുപോക്കുണ്ട്, ഇന്ന ആൾ ഇന്ന ദ്രോഹം ചെയ്തതാണ്. പറയുന്നവർ പറഞ്ഞോട്ടെ, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചു. പക്ഷേ ദൈവ കൂടെ നടക്കുന്നവനെ ഈ ദേശത്തിൽ നിന്നുള്ള സത്യം ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പലരും അത് ഉൾക്കൊള്ളാൻ ഈ മന്ത്രവാദങ്ങളെ, ആഭിചാരങ്ങളെ, ക്ഷുദ്രപ്രവൃത്തികളെയൊക്കെ അതിന് ശക്തിയില്ല ചോദിച്ചാൽ ശക്തി ഉണ്ട്, തീർച്ചയായും ശക്തിയുണ്ട്. അതിനെ ഭയപ്പെടുന്നവരിലേക്ക് അതിന് ശക്തി വ്യാപരിക്കും, അത് വിശ്വസിക്കുന്നവരിലേക്ക് ശക്തി വ്യാപരിക്കും. അതിന് സമാനമായ വിശ്വാസങ്ങൾക്ക് കാര്യങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നവരെ അതിന് ശക്തി വ്യാപരിക്കുന്നുണ്ട്, തീർച്ചയായും. പക്ഷേ ദൈവത്തെ വിശ്വസിക്കുന്നവന് മാത്രമേ ദൈവത്തിന് ശക്തി വ്യാപരിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കുമ്പോൾ, കർത്താവ് യേശുവിലേക്ക് വരുമ്പോൾ, പഴയ നിയമത്തിന്റെ ഭാഗം അനുസരിച്ചാണെങ്കിൽ യഹൂദന്മാരായി ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നിൽക്കുന്നവനെ തൊടാൻ പറ്റില്ല. ചുരുക്കത്തിൽ ദൈവം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവ സാന്നിധ്യം കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവനെ ഈ ശക്തികളൊന്നും തൊടത്തില്ല. വരുമോ എന്ന് ചോദിച്ചാൽ വരും. ഇതിനെല്ലാം പ്രാകാനും ശപിക്കാനും ദോഷം ചെയ്യാനും ഒക്കെയും ശത്രു എഴുന്നേക്കും. ഇര്മയാവിനോട് പറയുന്നുണ്ട്, അവർ നിനക്കെതിരായി യുദ്ധം ചെയ്യും, നിന്നോട് പോരാടും, പക്ഷേ നിന്നെ ജയിക്കയില്ലതാനും, നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അതെ, ഈ ശക്തികളൊക്കെ ദൈവത്തിന്റെ മക്കൾക്ക് എതിരെ എഴുന്നേറ്റ് വരാം. ആഭിചാരവും മന്ത്രവാദവും ഒക്കെ പലരും ചെയ്തു നോക്കാം. ചെയ്യുന്നവർ ഒരു പ്രാവശ്യം ചെയ്യത്തുള്ളൂ. ചെയ്ത് കഴിയുന്നവർ
സാധാരണ ചെയ്യാൻ ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നവരെ ഒന്നുകൂടെ പറഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവ് ഉള്ളവരാണെന്ന് അറിഞ്ഞാൽ ആരും ചെയ്യാൻ നിൽക്കത്തില്ല. കാരണം ഇത് ചെയ്യുന്നവന് തിരിച്ചറിവുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം വിശ്വസിക്കുക. ദൈവം അനുഗ്രഹിക്കാൻ പദ്ധതി ഇട്ടവനെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവനെന്ന് മാത്രമേ ഉള്ളൂ. അവനെ കുറിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു കേട്ടില്ലെങ്കിൽ പോലും, അവന്റെ കാതുകൾ അങ്ങനെ ഒരു ശബ്ദം ദൈവം പറഞ്ഞിട്ടില്ലെങ്കിലും, ഒരു പ്രവാചകൻ അവളുടെ തലയിൽ കൈവച്ച് പറഞ്ഞില്ല, മകനെ നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്, നിന്റെ ഭാവിയെ തലമുറയെ അനുഗ്രഹിക്കാൻ പോവുകയാണെന്നുള്ള ശബ്ദം കേട്ടില്ലേ പോലും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവന് ആ അനുഗ്രഹം ഓൾറെഡി ഉള്ളതാ. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അബ്രഹാമിന്റെ അനുഗ്രഹം അല്ലേ അവന്റെ സന്തതിക്ക് വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ അബ്രഹാമിന്റെ അനുഗ്രഹം ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുക, ദൈവം തന്നിരിക്കുക. അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ടാ യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ശിമയി, ശൗൽ ഗോത്രക്കാരനായ ശിമയി ദാവീദിനെ ശപിച്ചുകൊണ്ട് മണ്ണ് വാരി പൂഴി വാരി എറിഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം 2 ശമൂവേലിന്റെ പുസ്തകം 16 അധ്യായത്തിലുണ്ട്. ദാവീദ് തന്റെ മകനുമായുള്ള സംഘർഷം ഒഴിവാക്കാനായിട്ട് വീട്ടിൽ നിന്ന് മാറിപ്പോവുകയാണ്, ഓടിപ്പോവുകയാണ്. വീട്ടിൽ വഴക്കുണ്ടാക്കി നിൽക്കുന്നില്ല, രാജാവായിരിക്കുമ്പോൾ തന്നെ. ആ സമയത്താണ് അത് മുതലാക്കിക്കൊണ്ട് ശിമയി, ശൗൽ ഗോത്രക്കാരനായ ശിമയി വന്ന്, ശൗലിന്റെ ബെന്യാമിൻ ഗോത്രക്കാരനായ ശിമയി വന്ന് ശപിക്കുക, രക്തപാതക, നീ പോ, നീ ശൗലിനോട് ദ്രോഹം ചെയ്തുകൊണ്ടാണ് നീ ഇപ്പം വീട്ടിൽ നിന്ന് ഓടേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി പൂഴി വാരി എറിയുകയാണ്. സെരൂയയുടെ പുത്രന്മാരാണ് അന്ന് ദാവീദിന്റെ സേനാനായകന്മാർ. അവര് പറഞ്ഞ് ഈ ചത്ത നായെ വെട്ടിക്കളയട്ടെ, ശിമയെ കുറിച്ച് പറയുക. അപ്പോൾ ദാവീദിന്റെ മറുപടി, ദാവീദിനെ ശപിക്കുവാൻ ദൈവം ശിമയോട് പറഞ്ഞിരിക്കുന്നു, അവൻ ശപിക്കട്ടെ. ദൈവം അറിയാതൊന്നും പറ്റുന്നില്ലല്ലോ, അവൻ ശപിച്ചോട്ടെ. പക്ഷേ ഇന്നത്തെ എന്റെ സങ്കടം നോക്കി അവന്റെ ശാപത്തിന് പകരം ദൈവം എനിക്ക് അനുഗ്രഹം തരും. അവനെ നീ ഒന്നും ചെയ്യണ്ട, അവനെ വെട്ടണ്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ ആര് വേണേലും ശപിച്ചോട്ടെ, തൊടത്തില്ല നിങ്ങളെ. നിങ്ങൾ ഭയപ്പെടരുത്. ദൈവം കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം. ദൈവ സാന്നിധ്യം നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട്. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. യഹോവ നിന്റെ വിശ്വസ്ത, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാണ്. ശത്രുവിന് ഒരായുധവും ഫലിക്കുകയെന്നാണ് 91 സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ആമേൻ. ഒരനർത്ഥം നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും കൂടാരത്തിന് അടുക്കയില്ലെന്ന് പറയുന്നത് അത്യുന്നതന്റെ മറവിൽ നിങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ്, സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞേ. ആമേൻ. നിങ്ങളുടെ കുടുംബം അങ്ങനത്തെ ഒരു കുടുംബമാണ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കൾ അത് വിശ്വസിക്കുന്നവരായതുകൊണ്ട് നിങ്ങളെ ഒരു ആഭിചാരത്തിനും തൊടാൻ പറ്റില്ല, ഒരു മന്ത്രവാദത്തിനും തൊടാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഈ വെളിപ്പാട് പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ ദൈവസഭയ്ക്കുള്ള ദൂത് പറയുമ്പോൾ, 2-ാമത്തെ അധ്യായത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ പെർഗമോസ് സഭയെ കുറിച്ച് പറഞ്ഞത്. പെർഗമോസ് സഭയില് അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നീ പാർക്കുന്ന സ്ഥലം ഞാൻ അറിയുന്നു, സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് നീ താമസിക്കുന്നു. സാത്താന്റെ സിംഹാസനം വിട്ടിരിക്കുന്നിടത്തും ദൈവസഭയുണ്ട്, അവിടെയും ദൈവസഭ വളരുന്നുണ്ട്, അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. അതുകൊണ്ട് സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. ഇവിടെങ്ങും താമസിക്കാൻ കൊള്ളുകയില്ല, ഇവിടെങ്ങും സഭ പണിയാൻ പറ്റുകയില്ല, ഇവിടെ ആരാധിക്കാൻ പറ്റുകയെന്ന് ആരും ചിന്തിക്കണ്ട. സാത്താന്റെ സിംഹാസനത്തെക്കാൾ വലിയ പാതാള ഗോപുര ശക്തികൾ ജയിക്കാത്ത ദൈവസഭയാണ് നമ്മൾ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സ്ഥലം വിട്ട് ഓടിപ്പോകണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ഭയപ്പെടുന്ന കണ്ടാൽ നിങ്ങൾ മാറി പാർക്കുന്നിടത്തവൻ മറ്റൊരടവുമായിട്ട് വരും, നിങ്ങളെ ഓടിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇല്ല, എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പ്രതിസന്ധികളെ അതിജീവിക്കും. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ വീട് ഏത് ദിശയിലോട്ടിരുന്നാലും, ഈ വീട്ടിൽ മുൻപ് ഈ സ്ഥലത്ത് ആരെങ്കിലും നേരത്തെ വാർത്ത പോയി ശാപം ഉണ്ടായാലും ഇന്ന് തൊടാൻ പറ്റുകയില്ല. ഒരാളത്വം ഭവിക്കലെന്നൊരു ബാധ എടുക്കലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നീ കാഴ്ചവെട്ടുന്ന ദേശം നിനക്ക് തരും. ദൈവത്തിന്റെ ദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഭവനം, ആ കുടുംബം, അത് ദൈവത്തിന്റെ വകയാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ ഇതിന്റെ പൂർണ്ണതയും ഭൂതലവന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാ. ദൈവത്തെ ഭയപ്പെട്ട് പിശാചിന് അവസരം കൊടുക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ അവിടെ ആ ഭവനത്തെയോ അതിന്റെ ഇരിപ്പിനെയോ ദിശയോ പണിയോ പണിയുടെ പോരായ്മയോ ഒന്നും ബാധിക്കുന്നില്ല. കാരണം മുകളിൽ നിന്ന് അനുഗ്രഹം വരുന്നത് ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. ദൈവം അനുഗ്രഹിക്കാൻ പദ്ധതി കിട്ടണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ചു നിൽക്കുന്നവൻ, ദൈവത്തെ മുഴുവൻ കാര്യത്തിലും ആശ്രയിക്കുന്നവനും വിശ്വസിക്കുന്നവനുമാണ്. അവനെ ആർക്ക് ശപിക്കാൻ പറ്റുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഉയർത്തും, ദൈവം സഹായിക്കും, ദൈവം ഒരിക്കലും കൈവിടുകയില്ല. ആമേൻ. ഹല്ലേലൂയ.
അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പാനാണ് പത്രോസ് 1 ലേഖനത്തിൽ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്. ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അവൻ ഉയർത്തും, അവൻ മാനിക്കും തക്ക സമയത്ത്. ഹല്ലേലൂയ. മനുഷ്യർ നമ്മളെ അവോയ്ഡ് ചെയ്താലും, നമ്മൾ ഉയർത്തപ്പെടാൻ അല്ലെങ്കിൽ മാനിക്കപ്പെടാൻ പോകുന്നതിനെ പരിഹാസത്തോടുകൂടി അപമാന വർത്തമാനങ്ങളൊക്കെ ദുർവർത്തമാനമൊക്കെ പറഞ്ഞാലും പേടിക്കണ്ട. ആര് ദുർവർത്താനം പറഞ്ഞാലും ദൈവം അനുഗ്രഹിക്കാനുള്ളതിനെ അനുഗ്രഹിച്ചിരിക്കും. നമ്മൾ ഭയപ്പെടാതിരുന്നാൽ മതി. യോശുവയോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ ദേശം നിനക്ക് തരാം, ഞാൻ യുദ്ധം ചെയ്തോളാം, എൻ്റെ ദൂതന്മാരെ അയച്ച് ഞാൻ യുദ്ധം ചെയ്തോളാം, എൻ്റെ സൈന്യം യുദ്ധം ചെയ്തോളാം. പക്ഷേ നീ ഭയപ്പെടരുത് ജനത്തെ, നീ ശത്രുവിനെ ഭയപ്പെടരുത്, നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ശത്രുവിനേക്കാൾ വലിയവൻ, മാംസഭുജമുള്ളവനാണ് ശത്രു. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കരമാണ് അവന്റെ കൂടെ ഉള്ളത്. എന്നാൽ ഹിസ്കിയാ രാജാവിനോട് ദൈവം പറയാണ്, അല്ല, അവനോട് കൂടെ മാംസഭുജം, നമ്മളോട് യുദ്ധം ചെയ്യാൻ ദൈവമുണ്ട്, യഹോവയുണ്ട്, അവന്റെ സൈന്യമുണ്ട്, ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കുന്നവനെ ആര് ശപിച്ചാലും അത് നടക്കില്ല. ദൈവം അവനെ ഉയർത്തുക തന്നെ ചെയ്യും. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവര്, കർത്താവേ, ഏതൊക്കെ മേഖലയിലാണ് എഴുന്നേറ്റ് വരേണ്ടത്, ഉയരേണ്ടത്, എവിടെയൊക്കെ താണുപോയി, താഴ്ച വന്നുപോയി, ഇവിടെയൊക്കെ ശാപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി പിശാച് അവരുടെ കുടുംബത്തിനകത്ത് ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. അതെല്ലാം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കുക. ഈ വചനം കേൾക്കുന്ന കുടുംബത്തിന്റെ അകത്ത് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിക്കും, യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിക്കണം. അവർ സ്വീകരിച്ച വിശ്വാസം, അവർ സ്വീകരിച്ച യേശു, അവർ സ്വീകരിച്ച കർത്താവ് യേശുവിന്റെ രക്തം, യേശുവിന്റെ നാമത്തിൽ, അതിന്റെ ബലത്താൽ, ജയത്താൽ, നിന്റെ വചനത്തിന്റെ ശക്തിയാൽ കുടുംബത്തിൽ ഒരു ശാപവും തടരുത്. എല്ലാ ശാപവും അഴിഞ്ഞു മാറിപ്പോകട്ടെ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ പ്രത്യക്ഷനായ യേശുവിന്റെ നാമത്തിൽ ദൈവിക സ്വാതന്ത്ര്യം കുടുംബത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ്, ഇന്നീ വചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ശാപങ്ങൾ മാറിപ്പോകട്ടെ. അനുഗ്രഹത്തിന്റെ സമൃദ്ധി ഉണ്ടാകട്ടെ. ദൈവികമായ സകല സന്തോഷവും നന്മകളും ഉണ്ടാകട്ടെ. വഴികൾ തുറന്നു വരട്ടെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് അനവധി നന്മകളും വിടുതലും നൽകി തരട്ടെ. വിശ്വസിക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.